ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൻസിയർ ഹോം വേൾഡ്, എടപ്പാൾ റോഡ്, ചങ്ങനംകുളം 7034201020. റേഹാൻ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, തിരൂർ. എംപയർ കോളേജ് ഓഫ് സയൻസ്, കുറ്റിപ്പുറം. ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, യുണൈറ്റഡ് കോംപ്ലക്സ്, മാറഞ്ചേരി. ഓൾസോ അറ്റ് ഏഷ്യൻ മാൾ, നടുവട്ടം, സിറ്റി സെന്റർ, കൂറ്റനാട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീൻ. സ്നേഹനിധികളായ സഹോദരങ്ങളെ, പ്രതിഫലാർഹമായ രാപ്പകലുകൾ വളരെ പവിത്രവും പരിശുദ്ധവുമായ നിമിഷങ്ങൾ, ഇതൊക്കെയാണല്ലോ വിശുദ്ധ റമളാൻ. പുണ്യങ്ങളുടെ പൂക്കാലം, അനുഗ്രഹങ്ങളുടെ വസന്തകാലം. നന്മകൾ ഇച്ഛിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു സ്വർണാവസരം. തിന്മകളിൽ നിന്ന് മുക്തി നേടി ജീവിതം അതിൻ്റെ ഉദാത്തമായ വഴിത്താരയിലൂടെ ചലിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ തലങ്ങളിലും പ്രചോദനം നൽകുന്ന ഏറ്റവും സന്തോഷ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഒരു മാസം. ഈ മാസത്തിൽ ഇനിയും ഒരുപാട് നന്മകൾ ചെയ്യാൻ കാരുണ്യവാനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഗ്ഫിറത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മളുള്ളത്. കാരുണ്യത്തിൻ്റെ നിമിഷങ്ങൾ ഒന്നൊന്നായി നമ്മളോട് വിട പറയുമ്പോൾ മഗ്ഫിറത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. ആ ഒരു ദിനരാത്രങ്ങളിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. വൗസത്തുഹു മഗ്ഫിറ, മധ്യ സമയങ്ങൾ മഗ്ഫിറത്തിൻ്റെതാണ്. ഈ ഒരു സമയത്ത് എൻ്റെ പ്രിയ സഹോദരങ്ങളുമായി ഇന്ന് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, അള്ളാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന ഒരു വിഷയമാണ്. കാരണം ഇത് ശ്രവിക്കുന്ന നമ്മൾ ഓരോ ആളുകളും ജീവിതയാത്രയിൽ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തവരാകും. ഒരുപാട് തെറ്റായ ചിന്തകൾ, തെറ്റായ പ്രവൃത്തികൾ, തെറ്റിലേക്കുള്ള പ്രോത്സാഹനങ്ങൾ, ഇതെല്ലാം നമ്മൾ നൽകി കാണും. അങ്ങനെയുള്ള ആളുകൾക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു മാനസിക പ്രശ്നമാണ്, അല്ലെങ്കിൽ വീണ്ടും ആ തെറ്റുകൾ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഒരുക്കാറുള്ളത് ഒരു അപകർഷതാബോധമാണ്. ഇങ്ങനൊക്കെ ജീവിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത്, ഇനി ഞാൻ എങ്ങനെ നടന്നാൽ എന്താ, ഇത്രയും വയസ്സിനിടയ്ക്ക് ഞാൻ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞു അല്ലേ. നമസ്കാരം തീരെ നിസ്കരിക്കാത്തവർ, കുറേ കലായി നമസ്കരിച്ചവർ, നമസ്കരിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ആ പരിശുദ്ധമായ നിയമങ്ങൾ പാലിക്കാതെ, അതിൻ്റെ ഹക്ക് വീട്ടാതെ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതം ഉണ്ടായിട്ടുള്ളത്. മാതാവിനെ ആദരിച്ചിട്ടില്ല, പിതാവിനെ ബഹുമാനിച്ചിട്ടില്ല, അധ്യാപകന്മാരോട് കരുണ കാണിച്ചില്ല, സഹജീവികളോട് ഒരു മര്യാദയും കാണിച്ചില്ല. അങ്ങനെ ജീവിച്ച ഒരാളാണ്. ഇനി എന്ത് മഗ്ഫിറത്ത് അല്ലേ. ചില സഹോദരിമാരെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാകും. ഖുർആൻ വേണ്ടത്ര ഓതിയിട്ടില്ല, ഒരുപാട് ഗീബത്തുകൾ പറഞ്ഞിട്ടുണ്ട്, നമീമത്തുകൾ വന്നു പോയിട്ടുണ്ട്, മറ്റു ഇന്ന രീതിയിലെന്ന് പരസ്യമായി പറയാൻ കഴിയാത്ത ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞാൻ റബ്ബ് മാത്രം അറിയുന്നു, മറ്റാരിപ്പോഴും അറിഞ്ഞിട്ടില്ല.
അറിയാത്ത വിധം ചെയ്ത ഒരുപാട് തെറ്റുകൾ, പ്രായത്തിൻ്റെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചെയ്തു പോയ, ആരും അറിയാതെ വന്നു പോയ സംഭാഷണങ്ങൾ, ആംഗ്യഭാഷയിലൂടെ ഉണ്ടായ കാര്യങ്ങൾ, ദർശനങ്ങൾ, സ്പർശനങ്ങൾ, അല്ലേ, ഒരുപാട് കാര്യങ്ങൾ. എനിക്കെങ്ങനെ പുറത്തു തരാനാ? ഈ ഒരു ചിന്ത പലപ്പോഴും നന്നാകാൻ നമുക്ക് തടസ്സമാകാറുണ്ട്, നന്മയിലേക്ക് വരാൻ നമുക്ക് തടസ്സമാകാറുണ്ട്. കാരണം റമളാനാണെന്ന് ഒരുങ്ങണം, ഇവിടേക്ക് ഒരുങ്ങണം, ഇങ്ങനെയൊക്കെയല്ലേ ഞാനുള്ളത്, ഇനി എന്തൊരുങ്ങാനാ? ഈ ഒരു ചിന്തയിൽ അങ്ങനെ നിൽക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന മനസ്സുകൾക്ക് ഒരു സമാധാനത്തിൻ്റെ, ഒരു സന്തോഷത്തിൻ്റെ വഴി പറയാൻ മാത്രമാണ് ഇന്ന് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. അങ്ങനെ ചിന്തിക്കരുത്. ഇതങ്ങനെ പറയാനുള്ള കാര്യം, അള്ളാഹുവിൻ്റെ വിശേഷങ്ങളിൽ വളരെ പവിത്രമായ, അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന കുറേ വിശേഷങ്ങളുണ്ട്. ഒന്ന്, അള്ളാഹുവിനെ കുറിച്ച് റബ്ബ് തന്നെ ഏറെ പറഞ്ഞൊരു കാര്യമാണ് റഹീം. അള്ളാഹ് റഹീമാണ്. ആ റഹ്മത്ത്, എന്താ റഹീം എന്ന് പറഞ്ഞാൽ കാരുണ്യത്തിൻ്റെ അങ്ങേയറ്റം. വിശ്വാസികളോട് ചെയ്യുന്ന കാരുണ്യം, വല്ലാത്ത അതിരുകളില്ലാത്ത ഒരു സ്നേഹം, അതിരുകളില്ലാത്ത ഒരു റഹ്മത്ത്, ഒരു കാരുണ്യം. അത് ചെയ്യുന്നവനാണ് അള്ളാഹു. ഇതാണ് അള്ളാഹുവിൻ്റെ സവിശേഷ ഗുണങ്ങൾ പറയുമ്പോൾ വളരെ പ്രാധാന്യത്തോടെ റബ്ബ് പറഞ്ഞത്, അല്ലേ? മാത്രമല്ല അള്ളാഹു തൗവാബാണ്. തൗബ കൂടുതൽ സ്വീകരിക്കുന്ന, പശ്ചാത്താപം സ്വീകരിക്കുന്ന ഒരാളാണ്. അള്ളാഹു ഗഫാറാണ്, പുറത്തു കൊടുക്കുന്നവനാണ്. അള്ളാഹ് പുറത്തു കൊടുക്കലിനെ ഇഷ്ടപ്പെടുന്നവനാണ്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. നമ്മൾ പറയും ഇൻഷാ അല്ലാഹ് റമദാനിൻ്റെ അവസാനത്തെ 10 നമ്മൾ ധാരാളം പറയുന്നൊരു ദിക്റാണ്. അള്ളാഹു ഇനി കാരുണ്യമാണ്, നീ ആഫിനെ ഇഷ്ടപ്പെടുന്നവനാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ അള്ളാഹുവിൽ നമ്മൾ എന്തിന് ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കണം? ഇങ്ങനെ വ്യാകുലമായ ഒരു ചിന്തകൾ എന്തിനു നമുക്ക് വേണം? മറിച്ചു പുണ്യ റസൂല് പറഞ്ഞല്ലോ, അള്ളാഹുവിൻ്റെ ആ മാപ്പ് കൊടുക്കാനുള്ള ഇഷ്ടത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ പറയാറുള്ളൊരു കാര്യമാണ്. മരുഭൂമിയുടെ ഏകാന്തതയിൽ ആരും സഹായിക്കാനില്ലാത്ത, ദിശയറിയാതെ വഴിയറിയാതെ തൻ്റെ വാഹനം നഷ്ടപ്പെട്ട് മരുഭൂമിയിൽ മരണത്തോട് മല്ലടിക്കുന്ന ഒരാളെക്കുറിച്ച് ഉദാഹരിച്ചു കൊണ്ട് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. യാത്ര പുറപ്പെട്ടതാണ്, മരുഭൂമിയിലൂടെയാണ് യാത്ര. കുറേ അങ്ങ് ചെന്നപ്പോൾ വിശ്രമിക്കാൻ വാഹനമായി ഉപയോഗിച്ച മൃഗത്തെ കെട്ടിയിട്ട് തൊട്ടടുത്ത് നിർത്തി. ഒന്ന് വിശ്രമിക്കാനിരുന്നതാണ്, ഉറങ്ങിപ്പോയി. അപ്പോഴാണ് കയറ് പൊട്ടിച്ച് ഈ മൃഗം ഇവിടേക്ക് ഓടിപ്പോകുന്നത്. തനിക്ക് കഴിക്കാനുള്ള വെള്ളം, വസ്ത്രം ഒക്കെ അതിന് മുകളിലാണ്. ധരിക്കാൻ വസ്ത്രം വേണമെങ്കിൽ അത് സംവിധാനിച്ചിട്ടുള്ളത്, എടുത്തു വച്ചിട്ടുള്ളത്. ഒന്നുമില്ല, എന്നാൽ ഒരാളെ കിട്ടില്ല. മരുഭൂമിയാണ്, ചുറ്റും നോക്കിയാൽ കടൽ പോലെ, സമുദ്രത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന പോലെ. ഈ മണൽപ്പുറ്റുകളല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയുന്നില്ല. ദിവസങ്ങളങ്ങനെ സമയം ഇങ്ങനെ നീങ്ങിപ്പോവാണ്, ഒരു രക്ഷയില്ല, വഴിയറിയില്ല. ഉറപ്പിച്ചു ഇനി മരിക്കലാണ്, വേറെ മുന്നിലൊന്നുമില്ല. പട്ടിണിയാവും, ദാഹം വരും. കാരണം ദാഹിക്കുമ്പോൾ വെള്ളം, വിശക്കുമ്പോൾ ഭക്ഷണം, ഒന്നും കിട്ടാതെ താൻ ഇവിടെ കിടന്ന് അവസാനിക്കാണെന്ന് ബോധ്യമായി. ആ ബോധ്യത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കണ്ണടച്ച് മരിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് നഷ്ടപ്പെട്ടുവെന്ന് താൻ കരുതിയ തൻ്റെ വാഹനം തിരിച്ച് തൻ്റെ അടുത്ത് വന്ന് വളരെ സൗമ്യതയോടെ, ഭവ്യതയോടെ നിൽക്കുന്നത്. നോക്കുന്ന സമയം തൻ്റേതായി എടുത്തു വെച്ച് ഒന്നും നഷ്ടപ്പെട്ടില്ല. ഭക്ഷണമാണെങ്കിലും വസ്ത്രമാണെങ്കിലും ഒക്കെ കൂടെയുണ്ട്. ആ മനുഷ്യൻ്റെ സന്തോഷം. സ്വഹാബത്തിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സ്വഹാബ
അങ്ങനെ ആൾ തിരിച്ചു വന്നാൽ ആളെ സന്തോഷം എന്തായിരിക്കും? ആര് പറഞ്ഞു? അനിർവചനീയമാണത് അല്ലേ? പുണ്യ റസൂൽ പ്രതികരിക്കുകയാണ്, അങ്ങനെയാണോ? എന്നാൽ അതിനേക്കാൾ നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ സൃഷ്ടാവ് സന്തോഷിക്കും. എപ്പോൾ പാപം ചെയ്ത ഒരടിമ, ഞാൻ ഈ പറഞ്ഞ സാഹചര്യത്തിലൂടെയൊക്കെ ജീവിച്ചു, ആ അടിമ അതിൽ നിന്നെല്ലാം മോചനം തേടി അള്ളാഹുവിലേക്ക് തിരിച്ചു വന്നു, മാനവികതയിലേക്ക് തിരിച്ചു വന്നു, മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊള്ളാൻ സന്നദ്ധനായി സ്വമേധയാ അർപ്പണബോധത്തോടെ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് തിരിച്ചു വന്നാൽ ആ മനുഷ്യൻ തിരിച്ചു വരുമ്പോൾ അള്ളാഹു നിങ്ങൾ ഈ നഷ്ടപ്പെട്ട് തിരിച്ചു വന്ന് ജീവിതത്തിലേക്ക് വരുമ്പോൾ സന്തോഷിക്കുന്നതിനേക്കാൾ തൻ്റെ അടിമ ഈ ഒരു സാഹചര്യത്തിൽ തിരിച്ചു വരുമ്പോൾ അള്ളാഹു സന്തോഷിക്കുന്നവനാണ് എന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, അങ്ങനെയൊക്കെ ഉണ്ടാകും ജീവിതത്തിന്. ഇന്നലെകൾ അങ്ങനെയൊക്കെ ആകും, കാറ്റുകോളും നിറഞ്ഞതാകും, സങ്കീർണതകളുടെ മധ്യത്തിലൂടെയായിരിക്കും പോയി കാണാം. സാഹചര്യങ്ങൾ പലതുമാക്കി കാണും, മദ്യപാനിയാക്കിയിട്ടുണ്ടാകും, അസാൻമാർഗിക പ്രവർത്തനങ്ങളിലേക്ക് നമ്മളെ എത്തിച്ചു കാണും, പലിശയുമായി ബന്ധപ്പെട്ട് കാണും, പരദൂഷണങ്ങളും നമീമത്തുമായി ജീവിതം അത്രമാത്രം മോശമാക്കി കാണും. ഇതൊക്കെയാണെങ്കിലും നീ തിരിച്ചു വന്നോ, അള്ളാഹുവിലേക്ക് മാപ്പ് ചോദിച്ചോ, കാരുണ്യവാനായ ദൈവിക സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തിയോ, മനസ്സ് തിരിച്ചോ, കുറ്റബോധത്തോടെ നീ പറഞ്ഞോ, സൃഷ്ടാവെ പുറത്തു തരണേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത തിന്മകളൊക്കെ ഇതാ വളരെയധികം വിനയാന്വിതനായി നിന്റെ മുന്നിൽ ഞാൻ എത്തിയിട്ടുണ്ട് എന്ന് നീ പറയാമെന്നോ, അള്ളാഹു നിന്നെ കൈവിടാതെ നിന്നെ മറ്റുള്ള ആളുകളെക്കാൾ ഒരു പക്ഷേ ഏറ്റവും വലിയ ഔന്നത്യത്തിലേക്ക് അള്ളാഹു നിന്നെ എത്തിച്ചേക്കാം. ആ ഒരു ചിന്തയോടെ വേണം മഗ്ഫിറത്തിൻ്റെ പത്തിലേക്ക് നമ്മൾ കടക്കാൻ. അള്ളാഹു പുറത്തു കൊടുക്കുന്നവനാണ്, മാപ്പ് കൊടുക്കുന്നവനാണ്. അള്ളാഹ്ക്ക് അതാണ് ഇഷ്ടം. ഒരിക്കലും തൻ്റെ അടിമകളെ നരകത്തിൻ്റെ ആളിക്കത്തുന്ന തീജ്വാലകളുടെ വിറകാക്കി മാറ്റാനല്ല അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രവാചകന്മാരെ നിയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. പ്രവാചകന്മാരെ ഇല്ലാതെ എല്ലാവരും അള്ളാഹു നരകത്തിലിടാമല്ലോ. റബ്ബല്ലേ, സൃഷ്ടാവല്ലേ, ആരങ്ങോട്ട് ഒന്ന് ചോദിക്കാൻ ആരുമില്ല. അത് ചെയ്യാമായിരുന്നു. പക്ഷെ റബ്ബ് അതല്ല. എല്ലാവരെയും ആളിക്കത്തുന്ന നരകത്തിൻ്റെ അഗ്നിനാളങ്ങളുടെ വിറകാക്കലല്ല അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. മറിച്ച് രണ്ട് വഴികളും അവനെ ബോധ്യപ്പെടുത്തി നേരിൻ്റെ ദിശാബോധം കാണിച്ചു കൊടുക്കാൻ പ്രവാചകന്മാരയച്ചു. എന്നിട്ട് സത്യത്തിൻ്റെ സരണിയിലൂടെ പോകുന്നുവെങ്കിൽ ആ മനുഷ്യന് ഒരുപാട് സുഹൃതങ്ങൾ, നേട്ടങ്ങൾ, മഹത്വങ്ങൾ ഒക്കെ അവിടെ വഴിവിട്ട് സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവൻക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കഠോരമായ ശിക്ഷകളും സംവിധാനിച്ചിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു കാരുണ്യവാനാണ്. അതുകൊണ്ട് തന്നെ ആ കാരുണ്യം പൂർണ്ണാർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞ് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് 100 ആളുകളെ കൊന്ന ഒരാൾ പാപമോചനത്തിന് വേണ്ടി വന്നപ്പോൾ ആദ്യം 99 ഉണ്ടായിരുന്നുള്ളൂ. മറ്റൊരു പുരോഹിതനോട് പറഞ്ഞു 99 ആളെ കൊന്ന കാരണം നിനക്ക് മാപ്പില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെയും വധിച്ച് 100 പൂർണ്ണമാക്കി. പിന്നീട് ഒരു മഹാനുഭാവനെ സമീപിച്ച് സങ്കടം പറഞ്ഞപ്പോൾ ആ മഹാനുഭാവൻ്റെ ഭാഷ മറ്റൊന്നായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവർക്കും മാപ്പുണ്ട്, ഒരു വിദൂരതയിലേക്ക് ഒരു സ്ഥലം പറഞ്ഞു കൊടുത്തു, അവിടെ എത്തണം, അവിടെ കുറേ ആളുകൾ മജ്ലിസ് കാണാം, ആ മജ്ലിസിൽ നിങ്ങളും അംഗമാകൂ, അവരുടെ കൂടെ ദുആയിൽ നിങ്ങളും പങ്കാളിയാകൂ, അള്ളാഹ് പുറത്ത് തന്നേക്കാം. കേട്ട പാതി ആൾ ഓടുകയാണ്, വഴിമധ്യത്തിൽ ആൾ മരിച്ചു വീഴുകയാണ്. ആ സമയത്ത് 2 വിഭാഗം നരകത്തിൻ്റെ സഹായികളായ മലക്കുകൾ വന്ന് നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പറയാം. കാരണം അത്ര 100 ആളെ കൊന്നല്ലോ. ആ സമയത്ത് സ്വർഗം കാക്കുന്ന മലക്കുകളുടെ അകമ്പടിയോടെ അവരെ സ്വർഗത്തിലേക്ക് ആനയിക്കാനുള്ള തർക്കം വരികയാണ്. കാരണം എന്തേ, അദ്ദേഹം പശ്ചാത്താപിച്ചല്ലോ. അവസാനം തീരുമാനം എന്താണ്, വന്ന സ്ഥലം മുതൽ മരിച്ചു കിടക്കുന്നവരെ, മരിച്ച സ്ഥലം മുതൽ പോകാനുള്ള സ്ഥലം വരെ നമുക്ക് അളക്കാം. എവിടേക്ക് അടുപ്പം നിൽക്കുന്നു അവിടേക്കാണ് അളന്നു. വന്ന സ്ഥലത്തിൽ നിന്ന് മരിച്ചു കിടക്കുന്നത് അല്പ ദൂരെ കുറച്ചിട്ട് വിട്ടിട്ടുണ്ട്, എന്നാൽ ഇനി പോകാനുള്ള സ്ഥലത്തോട് പോയിൻ്റ് അടുത്ത് കിടക്കുകയാണ്. ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയൊക്കെ
വളരെ മനോഹരമായ അധ്യാപനങ്ങളിലൂടെ നമ്മളൊക്കെ പഠിച്ചു വെച്ച ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തി പാപമോചനത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു മഗ്ഫിറത്ത് നൽകി നമുക്ക് സന്തോഷം നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ വാഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.